അത് അദ്ദേഹം ആ ബന്ധു നമുക്ക് എന്താ സുഹൃത്താണ് ഞങ്ങൾ. ഞങ്ങൾ ഇന്നലെ DK മുരളി MLA-യും റഹീം MP-യും പറഞ്ഞതനുസരിച്ചാണ് നമ്മൾ ബന്ധപ്പെട്ടത്. ഗൾഫിലും വിദേശത്തും ബന്ധപ്പെട്ടു. അപ്പോൾ പുള്ളിയെ റിക്കവർ ചെയ്യുന്നതിന് പുള്ളിയും പുള്ളിയുടെ വൈഫിനെയും റിക്കവർ ചെയ്യുന്ന രീതിക്ക് എല്ലാവിധ പ്രവർത്തനങ്ങളും ഉണ്ടാവും. ഇപ്പോൾ ഹോസ്പിറ്റലിനകത്ത് കയറി ഞാൻ കണ്ടപ്പോഴത്തേക്ക് സംസാരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കൈ കൊടുത്ത് റഹീമിന് കൈ കൊടുത്ത് കുട്ടികളെ തിരക്കുന്നുണ്ട്. ഇതെല്ലാം ഇതാണ്. ഓർമ്മയിൽ ഇപ്പോഴും കട്ടിൽ നിന്ന് വീണാണെന്ന് പറയും. ആ സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. അതിനെ തിരുത്താൻ പോയിട്ടില്ല. അങ്ങനെ തന്നെ തുടരട്ടെ എന്ന് കരുതി. ഒരു സ്വയം ആക്സിഡൻ്റാണ് എന്നുള്ള രീതിക്കാണ് പറയുന്നത്. അത് തന്നെയാണ് നമ്മളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവർക്കൊരു മാനസിക റിക്കവറി വരുന്നവരെ അവർ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ് അവരോടൊപ്പം അത് പിന്തുടർന്ന് പോവുകയാണ്. കാര്യങ്ങൾ പുറത്തുള്ളവർക്കറിയാം. അവർക്ക് ഇതുവരെ ഈ സംഭവത്തിൻ്റെ മറ്റുള്ള വ്യത്യസ്ത മേഖലകളൊന്നും അവരിതുവരെ അറിഞ്ഞിട്ടില്ല. അപ്പോൾ അവർ കുട്ടി ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്, അവർ കട്ടിലിൽ നിന്ന് വീണതാണ് എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതേ അവരുടെ മനസ്സിലുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങൾ പുറത്ത് നടന്ന ഈ സംഭവവികാസങ്ങളൊന്നും അവരറിഞ്ഞിട്ടില്ല. ഇത്രയും കാലത്തിന് ശേഷം വന്നതുകൊണ്ടാണ് അങ്ങനെ എന്തെങ്കിലും ഇല്ല, അത് ഇവർ സുഖമില്ല ഹോസ്പിറ്റലായതുകൊണ്ട് വന്നു എന്നുള്ള നിലയ്ക്കാണ് അവരോട് പറഞ്ഞിട്ടുള്ളത്. ഈ നടന്ന സംഭവങ്ങളൊന്നും അവരറിഞ്ഞിട്ടുമില്ല, അറിയിച്ചിട്ടുമില്ല. അവരുടെ പഴയ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. അങ്ങനെ കണ്ടിന്യൂ ചെയ്യുകയാണ്.